ഇന്നലെയാണ് എനിക്ക് ഈ ചെക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ ഉള്ള ഒരു മാമൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ചെക്ക് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ആശാമാർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഞാൻ എന്നും രാത്രി ഇവിടെ വന്നാണ് കഴിക്കുന്നത്. എൻ്റെ അമ്മ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് ഈ സമരത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് മഴയും വെയിലും അതിജീവിച്ച് പോരാടാൻ ആശമാർക്ക് കരുത്ത്. നിരാഹാര സമരത്തിന് പുറമെ കൂട്ട ഉപവാസത്തിലൂടെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനാണ് ശ്രമം. സംസ്ഥാനത്തുടനീളമുള്ള ആശാപ്രവർത്തകർ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. തിരുവനന്തപുരത്ത് എത്താൻ കഴിയാത്തവർ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ PH സെന്ററുകൾക്ക് മുന്നിലും പ്രതിഷേധിക്കും. തീർച്ചയായും ഞങ്ങളുടെ പിടിവാശി തന്നെയാണ് വിശപ്പിനോടുള്ള പിടിവാശി. രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയം വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. ആ പിടിവാശി എന്ന് പറയുന്നത് വിശപ്പിന്റെ പിടിവാശിയാണ്. നിരാഹാരം 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും സർക്കാരിന് ഇവരോട് കനിവില്ല. ആശാപ്രവർത്തകരുടെ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര നയം മാറണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം. ഇതൊരു കേന്ദ്ര സ്കീമാണ് ആശ. അതിന് പ്രത്യേക ഗൈഡ് ലൈൻ കേന്ദ്രമെന്ന് പുറത്തിറക്കിയിരുന്നു. 2016 അന്നത്തെ സർക്കാർ UDF സർക്കാർ പോകുമ്പോൾ 1000 രൂപ പ്രഖ്യാപിച്ചു. 2014 നമ്മളത് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ 7000 രൂപ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓണറേറിയം ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് തന്നെ സംസ്ഥാനം കാണുന്നുണ്ട്. സമരവേദിയിൽ പലതവണ എത്തി പിന്തുണ നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പഴയ പല്ലവി ആവർത്തിച്ചു. സമരം പരിഹരിക്കല്ല, അവരുടെ ജീവിതം നേരെയാണ്. ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം 41-ാം ദിവസത്തിലാണ്. നിരാഹാരമിരിക്കുന്ന 3 പേരിൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഒരാളെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഒരു കൂട്ടം സ്ത്രീകൾ തുടങ്ങിയൊരു സമരം പിന്നീട് അത് രാപ്പകൽ സമരമായി, ഉപരോധ സമരമായി, നിരാഹാര സമരമായി, കൂട്ട ഉപവാസത്തിലേക്ക് കാര്യങ്ങൾ സർക്കാർ എത്തിച്ചിരിക്കുന്നു. സ്ത്രീ ഉന്നമനവും സ്ത്രീകളുടെ സംരക്ഷണവുമെല്ലാം ലക്ഷ്യമിട്ട് അധികാരത്തിലെത്തിയ സർക്കാരിന് നാണക്കേടാണ് 41-ാം ദിവസത്തിലേക്ക് എത്തുന്ന ഈ മുറവിളി. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.